ഹലോ, ഗുഡൻ മോർഗൻ. നമ്മളുടെ നോമിനേറ്റീവ് അക്യൂസേറ്റീവ് ഡാറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ അവ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോയിലെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു സെൻറ്റൻസിൽ നോമിനേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആയിട്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു സെൻറ്റൻസിൽ അക്യൂസേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ഗേബെ ഐനൻ അഫേൽ. ഇഷ് ഗേബെ ഐനൻ അഫേൽ. ഞാനൊരു ആപ്പിൾ കൊടുത്തു. ഇതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഐനൻ അഫേൽ ആണ്. ഐനൻ അഫേൽ. ഇതിലെ അക്യൂസേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനോട് എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. സെൻറ്റൻസിനോട് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണോ അതായിരിക്കും അതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ ആപ്പിൾ കൊടുത്തത് ആരാണ്? ആര് ആപ്പിൾ കൊടുത്തു? ഞാൻ ആപ്പിൾ കൊടുത്തു. ഞാൻ ആപ്പിൾ കൊടുത്തു. ആര് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരം എപ്പോഴും നോമിനേറ്റീവ് ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചതിനകത്ത് ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. ആര് ആപ്പിൾ കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോഴും നോമിനേറ്റീവ് ആയിരിക്കും. സോ ഇവിടുത്തെ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഇഷ്. ഇഷ് എന്നുള്ളത് നോമിനേറ്റീവ് ആണ്. സോ എന്ത് കൊടുത്തു? ആപ്പിൾ കൊടുത്തു. എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണോ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അത് എപ്പോഴും അക്യൂസേറ്റീവിലായിരിക്കും വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആർട്ടിക്കിളിൽ അക്യൂസേറ്റീവായിട്ട് ചേഞ്ച് ആവുന്നു. സോ ഞാൻ ആപ്പിൾ കൊടുത്തു. അതിൽ എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇഷ് സേ ദേൻ ഹുണ്ട്. ഞാൻ നായയെ കാണുന്നു. ആര് നായയെ കാണുന്നു? ഞാൻ നായയെ കാണുന്നു. ഇഷ് നോമിനേറ്റീവ്. എന്തിനെ കാണുന്നു? ഞാൻ എന്തിനെ കാണുന്നു? ഹുണ്ടിനെ കാണുന്നു. സോ ദേൻ ഹുണ്ട് എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസേറ്റീവായിട്ട് മാറും. എർ കൗഫ്റ്റ് ഐനൻ അഫേൽ. അവൻ ഒരു ആപ്പിൾ വാങ്ങുന്നു. ആര് വാങ്ങുന്നു? അവൻ വാങ്ങുന്നു. എന്ത് വാങ്ങുന്നു? ആപ്പിൾ വാങ്ങുന്നു. ഓക്കെ, അടുത്തത്. സി ലീസ്റ്റ് ദസ് ബുക്ക്. അവൾ പുസ്തകം വായിക്കുന്നു. ആര് വായിക്കുന്നു? അവൾ വായിക്കുന്നു. നോമിനേറ്റീവ്. എന്ത് വായിക്കുന്നു? പുസ്തകം വായിക്കുന്നു. അക്യൂസേറ്റീവ്. വി ആർ ബസുഹൻ ഉൻസറെ ഫ്രോയിൻ്റെ. ഞങ്ങൾ സുഹൃത്തുക്കളെ കാണുന്നു. ആര് കാണുന്നു? ഞങ്ങൾ കാണുന്നു. എന്തിനെ കാണുന്നു? സുഹൃത്തുക്കളെ കാണുന്നു. അടുത്തത്. ഈ ഷാബെ ഐനൻ ഹുണ്ട്. എനിക്ക് ഒരു പട്ടിയുണ്ട്. ആർക്ക് ഒരു നായയുണ്ട്? എനിക്ക് ഒരു നായയുണ്ട്. എനിക്ക് എന്തുണ്ട്? എനിക്ക് ഒരു നായയുണ്ട്. സോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഐനൻ ഹുണ്ട് അക്യൂസേറ്റീവ്. ഒരു സെൻറ്റൻസിൻ്റെ മെയിൻ വെർബ് അക്യൂസേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. അതായത് ഒരു സെൻറ്റൻസിൽ അക്യൂസേറ്റീവ് വെർബ് വരുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന നൗണ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. അക്യൂസേറ്റീവ് ഡാറ്റീവ് എന്ന രീതിയിൽ തന്നെ ഒരുപാട് വെർബുകൾ വരുന്നുണ്ട്. അക്യൂസേറ്റീവ് വെർബുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ സേയൻ, ടു സീ, ഹ്യോറൻ, എസൻ, ഹാബൻ, ലേസൻ, ഫിൻഡൻ, കൗഫൻ, ട്രിങ്കൻ. ഈ വേർഡുകളെല്ലാം അക്യൂസേറ്റീവ് വെർബുകളാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേയൻ. ഇഷ് സേയെ ദേൻ ഹുണ്ട്. സേ എന്നുള്ളത് അക്യൂസേറ്റീവ് ആയതുകൊണ്ട് അത് കഴിഞ്ഞു വന്ന നൗണ് അക്യൂസേറ്റീവായിട്ട് മാറി. ദേൻ ഹുണ്ട്, ഡർ ഹുണ്ടാണ്, ദേൻ ഹുണ്ടായിട്ട് മാറി. അതുപോലെ തന്നെ മൂവ്മെൻ്റ് ഉള്ള എല്ലാ വെർബുകളും അക്യൂസേറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലേഗൻ, സ്റ്റെല്ലൻ, സെറ്റ്സൻ, ഹേങ്ങൻ, ഫാരൻ, ഉംസോവൈറ്റർ. ഈ വാക്കുകൾക്കെല്ലാം ഒരു മൂവ്മെൻ്റ് ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഫാരൻ എന്ന് പറഞ്ഞ വാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാരൻ ഒന്ന് ആലോചിച്ച് നോക്കിയോ. പോകുന്നു, ഒരിടത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. സോ അതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു മൂവ്മെൻറ്റ്. സോ അതിന് മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അക്യൂസേറ്റീവ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൽ അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ്, അതായത് ആ പ്രിപ്പോസിഷൻ കഴിഞ്ഞ് വരുന്ന നൗണ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. ചില ഉദാഹരണങ്ങൾ നോക്കാം. സോ ഇവിടെ ആദ്യത്തേത് ദൂർഖാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ദൂർഹ് എന്ന് പറഞ്ഞാൽ ത്രൂ എന്നുള്ള അർത്ഥമാണ്. ഇഷ് ഗേ ദൂർഹ് ദേൻ പാർക്ക്, ഞാൻ പാർക്കിലൂടെ നടക്കുന്നു. അതിലെ ദൂർഹ് എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ. അത് കഴിഞ്ഞു വന്നിരിക്കുന്ന നൗണ് ദേൻ പാർക്ക് ആയിട്ട് മാറി. അതായത് അക്യൂസേറ്റീവ് ആയതുകൊണ്ട് ദേൻ പാർക്ക്, ഡർ പാർക്കാണ്, അത് ദേൻ പാർക്കായിട്ട് മാറി. ദൂർഹ് ദേൻ പാർക്ക്, ദൂർഹ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന നൗണ് അക്യൂസേറ്റീവായിട്ട് മാറി. അടുത്തത് ഫ്യോർ. ദസ് ഗെഷങ്ക് ഈസ്റ്റ് ഫ്യോർ മൈനൻ ബ്രൂഡർ, സമ്മാനം എൻ്റെ സഹോദരന് വേണ്ടിയാണ്. ഓക്കെ, അതിനകത്ത് ദസ് ഗെഷങ്ക് എന്നുള്ളത് നോമിനേറ്റീവ്, ഈസ്റ്റ് സൈൻ വെർബാണ്. സൈൻ വെർബ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നോമിനേറ്റീവ് സെൻറ്റൻസ് തന്നെ ആവണം. പക്ഷേ ഇവിടെ ഫ്യോർ എന്നുള്ള അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ വന്നതുകൊണ്ട് മൈനൻ ബ്രൂഡർ ആയിട്ട് മാറി. ദസ് ഗെഷങ്ക് ഈസ്റ്റ് ഫ്യോർ മൈനൻ ബ്രൂഡർ. സോ ഒരു അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ വരുവാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നൗണ് അക്യൂസേറ്റീവ് ആയിരിക്കും. അടുത്തത് ഉമ്മാണ്. ഉമ്മിന് രണ്ടർത്ഥമുണ്ട്, എറൗണ്ട്, അറ്റ് എന്നുള്ള അർത്ഥം. വിയർ സിറ്റ്സൺ ദെൻ ടിഷ്, ഞങ്ങൾ മേശയ്ക്ക് ചുറ്റിലും ഇരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമുണ്ട്. വന്നതുകൊണ്ട് ദേൻ ടിഷ് എന്നുള്ളത് ഡർ ടിഷാണ്, ദേൻ ടിഷായിട്ട് മാറി അക്യൂസേറ്റീവ്. അടുത്തത് ഡർ ഫിലിം ബെഗിൻറ്റ് ആക്ട് ഉവർ, സിനിമ 8 മണിക്ക് തുടങ്ങുന്നു. അതെ, വന്നതുകൊണ്ട് ആക്ട് ഉവർ എന്നുള്ളത് അക്യൂസേറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇതുവരെ പഠിച്ചത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൽ അക്യൂസേറ്റീവ് വെർബ് മെയിൻ വെർബായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എപ്പോഴും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നൗണ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. ഒരു വെർബിന് മൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെർബ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൽ ഒരു അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന നൗണ് എപ്പോഴും അക്യൂസേറ്റീവ് ആയിരിക്കും. അതായത് പൊസിഷനോട് ചേർന്ന് വരുന്ന ഒബ്ജക്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു അക്യൂസേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു അക്യൂസേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. auf Wiedersehen.